എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വെറും 2 മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിലെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ നോയ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ആണ്. എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ 2 മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെ സീറോ വരെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ശബ്ദത്തിന് യാതൊരുവിധ കോട്ടവും പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറവാണ്. എന്നാലും നിങ്ങൾ ചെയ്യുന്ന ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം എഫക്ട്സ്, നോയ്സ് റിഡക്ഷൻ, നോയ്സ് റിഡക്ഷൻ. ഈ മെത്തേഡ് നമ്മൾ രണ്ടാമതായിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു മെത്തേഡും കൂടി ഉപയോഗിക്കും. പക്ഷെ ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഇവിടെ ആദ്യം ഉപയോഗിച്ചത്. ഇത് കണ്ടോ, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ 2 മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെ സീറോ വരെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ശബ്ദത്തിന് യാതൊരുവിധ കോട്ടവും പറ്റില്ല. ഇപ്പോൾ കണ്ടാൽ അറിയാം, ഇതിൽ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സും മാറിയിട്ടുണ്ട്. പക്ഷെ അതിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഇത് രണ്ടാമതായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് മുമ്പ് വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇഫക്ട്സിൽ പോയിട്ട് നോയ്സ് റിഡക്ഷൻ, അഡാപ്റ്റീവ് നോയ്സ് റിഡക്ഷൻ. ഇതിൽ ഡിഫോൾട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലെ നോയ്സുകളെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടായിരുന്നു, ഫുള്ള് നോയ്സ് പോയിട്ടുണ്ട്. പക്ഷെ വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഒരു മെത്തേഡും കൂടി അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം കാണിച്ചത്. നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോയിട്ട്. പക്ഷെ ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണുന്നുണ്ട്. എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിങ്ങളെ ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണെങ്കിലും രണ്ടാമതായിട്ട് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഇഫക്ട്സ്, നോയ്സ് റിഡക്ഷൻ, നോയ്സ്. ഇതിൽ ഹെവി നോയ്സ് റിഡക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെ സീറോ വരെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിന് മുഴുവൻ നോയ്സും പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇടയ്ക്ക് നമ്മൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വായിന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരും. ആ ശബ്ദങ്ങളൊക്കെ നമുക്ക് സൈലന്റ് ആക്കാം. ഉദാഹരണത്തിന് ഇതുപോലത്തെ സൗണ്ട്, അത് നമുക്ക് സൈലന്റ് ആകും.
സൈലന്റ്. ഇതും സൈലന്റ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലെ മുഴുവൻ നോയ്സും ബാക്ക്ഗ്രൗണ്ട് നോയ്സും മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിലും ഈ രണ്ട് മെത്തേഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ നോയ്സും റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ അഡോബ് ഓഡീഷൻ്റെ സിംപ്ലിഫൈ ഓഡീഷൻ എന്നൊരു ചാനലാണ് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി ഒറിജിനൽ ഓഡിയോയുടെയും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോയുടെയും വ്യത്യാസം നോക്കാം. ഇതാണ് ഒറിജിനൽ ഓഡിയോ. എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡീഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രണ്ട് മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെ സീറോ വരെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ശബ്ദത്തിന് യാതൊരുവിധ കോട്ടവും പറ്റില്ല. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ. എല്ലാവർക്കും സിംപ്ലിഫൈ ഓഡീഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രണ്ട് മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഡിയോയിൽ എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെ സീറോ വരെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ശബ്ദത്തിന് യാതൊരുവിധ കോട്ടവും പറ്റില്ല. ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ രണ്ട് ഓഡിയോയുടെയും വ്യത്യാസം. ഇങ്ങനെയാണ് നമുക്ക് എത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിലും നമുക്ക് മുഴുവനായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിംപ്ലിഫൈ ഓഡീഷൻ എന്ന ഈ ചാനലിൽ ഓഡീഷൻ്റെ A to Z കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു അടിപൊളി മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.